ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പറമ്പുകളിൽ സ്വയമേ ഉണ്ടായി വരുന്ന ഇവയെ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. സ്ഥലപരിമിതികൾ മൂലം വെച്ചുപിടിപ്പിക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രശ്നം. വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന 4 ചീരകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒരു തരം പണച്ചെലവുമില്ലാതെ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഈ 4 ചീരകളുടെ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ കേരളക്കാർക്ക് ഏറ്റവും സുപരിചിതമായ ഒരു ചെടിയാണിത്. മധുരച്ചീര, വേലിച്ചീര എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. മൾട്ടി വിറ്റമിൻ ഗ്രീൻ എന്നും ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. കമ്പുകൾ നട്ട് 3-4 മാസത്തിനുള്ളിൽ വിളവെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. പലതരം വിറ്റാമിനുകൾ, ധാതുക്കൾ, 7.4% മാംസ്യവും അടങ്ങിയിരിക്കുന്ന ഈ സസ്യം നേത്രരോഗങ്ങൾ, ഉദരസംബന്ധ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ എന്നിവയിൽ നിന്ന് ശാശ്വതമായ പരിഹാരം നൽകും. ബ്രസീലിയക്കാരിയായ സാമ്പാർ ചീരയും നമ്മൾ മലയാളികൾക്ക് സുപരിചിതയാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡന്റ് കപ്പാസിറ്റി ഉള്ള ഒരു സസ്യമാണ് സാമ്പാർ ചീര. കൂടാതെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഫാറ്റി ലിവറും കൊളസ്ട്രോളും കുറയ്ക്കുമെന്നും പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. വിറ്റാമിൻ എയുടെ അളവ് ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു സസ്യമാണിത്. കൂടാതെ ഫോസ്ഫറസ്, ഇരുമ്പ്, കാൽസ്യം തുടങ്ങിയ മൂലകങ്ങളും ധാരാളമായി കാണുന്നു. കലോറിക് മൂല്യം കുറവായതിനാൽ അമിതവണ്ണമുള്ളവർക്കും പ്രമേഹ രോഗികൾക്കും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മൂന്നാമത്തെ ആള് വള്ളിച്ചീര, പപ്പടച്ചീര, മലബാർ സ്പീനസ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇവ പ്രധാനമായും 2 തരത്തിലുണ്ട്. തണ്ടിന് വയലറ്റ് നിറമുള്ളതും അതുപോലെ പച്ച നിറമുള്ളതും. വായിലെ അൾസർ, പൊള്ളൽ, ത്വക്ക് രോഗങ്ങൾ, അതുപോലെ ലൈംഗിക ബലഹീനത എന്നിവയ്ക്കൊക്കെ നല്ലതാണ് ഈ ചീര. ബീറ്റ കരോട്ടിൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ചായ്മൻസ ചീരകളെ കുറിച്ച് നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് വളരെ കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. മായൻ വർഗത്തിൽപ്പെട്ട ഈ ചീര ചീരകളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. രക്തയോട്ടത്തിന് സഹായിക്കുന്ന ചായ്മൻസ വെരിക്കോസ് വെയിൻ ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു ഔഷധമാണ്. തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കുകയും ഓർമ്മശക്തി നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ പോഷകമൂല്യം അടങ്ങിയിരിക്കുന്നവയാണ് ചീരകൾ. നമ്മുടെ വീട്ടുപറമ്പുകളിലും വേലിപ്പടർപ്പുകളിലും ഒട്ടനവധി ഇതുപോലുള്ള ചീരകൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് അവയിൽ വെറും 4 മാത്രമാണ്. ഓവർ കെയറിങ്ങിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ലാതെ വളരുന്ന ചെടികളാണിവ. സ്ഥലപരിമിതിയൊക്കെ ഉള്ളവർക്ക് നന്നായി വളർത്തിയെടുക്കാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.